ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ശ്രീയ. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വിജയനഗരത്തിലെ രാമനാരായണം ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് കേട്ടറിവ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഈ ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെമ്പിളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതാ അപ്രതീക്ഷിതമായിട്ട് കുറേ കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് കണ്ടിട്ടോ. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ടിന് 60 രൂപയും ചൈൽഡിന് 20 രൂപയുമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് 6:30 ശേഷമുള്ള 3D ലേസർ ഷോ കാണാനാട്ടോ. ഈ 3D ലേസർ ഷോ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ രാമായണത്തിലെ എല്ലാ കഥകളും ചുമരുമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ. അപ്പൊ ഇനി നമുക്ക് 3D ലേസർ ഷോ കാണാം കേട്ടോ. ശ്രീരാമദാസനമാഞ്ജനേയ ശക്തിയിലങ്ങയ്ക്കു തുല്യം പ്രപഞ്ചത്തിലാരുമേയില്ലാത്ത സ്വാമിയാരേ. ശ്രീരാമദൂതനായി ജാനകി തന്നുടെ ചാരത്തുലങ്കയിൽ പോയവനേ. ഹനുമാൻ സ്വാമി തുണയ്ക്കേണമെന്നെന്നും ശ്രീരാമദാസനമാഞ്ജനേയ ശക്തിയിലങ്ങയ്ക്കു തുല്യം പ്രപഞ്ചത്തിലാരുമേയില്ലാത്ത സ്വാമിയാരേ. ശ്രീരാമദൂതനായി ജാനകി തന്നുടെ ചാരത്തുലങ്കയിൽ പോയവനേ. ഹനുമാൻ സ്വാമി തുണയ്ക്കേണമെന്നെന്നും ശ്രീരാമദാസനമാഞ്ജനേയ ശക്തിയിലങ്ങയ്ക്കു തുല്യം പ്രപഞ്ചത്തിലാരുമേയില്ലാത്ത സ്വാമിയാരേ. ശ്രീരാമദൂതനായി ജാനകി തന്നുടെ ചാരത്തുലങ്കയിൽ പോയവനേ. ഹനുമാൻ സ്വാമി തുണയ്ക്കേണമെന്നെന്നും ശ്രീരാമദാസനമാഞ്ജനേയ. ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ ലേസർ ഷോ ഒക്കെ കഴിഞ്ഞ് താഴ്ത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴ്ത്തിക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ഇതാ ഈ ഗോശാലയാണ് കേട്ടോ. ഈ ഗോശാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിൽപ്പീലിയിൽ ആകൃതിയിൽ. അപ്പോൾ ഞങ്ങളിതേ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് വ്യൂ നോക്കി എന്ത് രസമല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിവിടെ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഈ അമ്പലം പണിതിരിക്കുന്നത് ഒരു അമ്പിൻ്റെ ഷേപ്പിലാണ്, അമ്പിൻ്റെ വില്ലിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ ബൈ.